വണക്കം. അപ്പം ടോപ്പ് 8 ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ വരവ്, അതേപോലെ തന്നെ ചാലഞ്ചേഴ്സിനോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഇവരുടെ കളി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ട്, അതിൽ ഒന്നാമത്തെ എവിക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം സംസാരിക്കാം. പെസ്ലാമ വെളിയിൽ പോയിട്ട് റിട്ടേൺ വീട്ടിൽ വന്നവർ, അർഹതയുള്ള നമ്മളെ വെളിയിൽ പോയില്ല, ഒട്ടും അർഹതയില്ലാത്ത ഇവരെങ്ങനെ ഈ വീട്ടിൽ നിൽക്കുന്നത്, എനിക്ക് ഈ അവസരം കിട്ടിയില്ലല്ലോ, ഇവർക്കൊക്കെ ഇങ്ങനെ കിട്ടിയില്ല, അതെന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിക്കുന്നു കേട്ടോ. അങ്ങനെ ഇവരോടുള്ള ദേഷ്യം കാരണം കൊണ്ട് ഇവർ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കീറി കാണിക്കുക, അത് അവർ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കണ്ടസ്റ്റൻസ്, നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഇത്രയും കണ്ടസ്റ്റൻസ്, അവരുടെ ആ വരവ് എങ്ങനെ, അവരുടെ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് എങ്ങനെ മെച്യൂരിറ്റിയോടുകൂടി കളിച്ചു, അതെങ്ങനെ നേരിട്ടു, അവരുടെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ പറ്റി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞായിരുന്നു സേതുപതി സാറിൻ്റെ എൻട്രി കേട്ടോ. അപ്പം നല്ല രീതിയിൽ അവരോടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ആദ്യമേ ഫ്രൈഡേയിലെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട്. നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മുത്തുക്കുമരനൊഴിച്ച് ബാക്കി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദീപകിനെ മാത്രം തകർക്കാൻ സാധിച്ചില്ല കേട്ടോ. വന്ന ഉടനെ വിശാലിനെ തകർത്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. സൗന്ദര്യം തകർത്തിട്ടുണ്ട്. ജാക്ലിൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മൈൻഡ് വാഷ് ചെയ്യാൻ നോക്കുന്നത്. മുത്തുക്കുമരനെ ഒഴിച്ച് ബാക്കി എല്ലാവരും ചെയ്യുന്നത് ദീപകിനെ ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും വെളിയിലെ കാര്യങ്ങൾ പറയരുതെന്ന് ഇവരോടൊക്കെ എത്ര തന്നെ പറഞ്ഞാൽ ഇവർ പറയുക തന്നെ ചെയ്യും. ബിഗ് ബോസ് വോൺ ചെയ്തു, അതൊക്കെ ചെയ്തിട്ട് ഇവരെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 8 പേരെ എൻട്രി ചെയ്ത 8 പേരെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സൗന്ദര്യ ചോദിച്ചു, നിങ്ങൾ ഈ 8 പേര് ബിഗ് ബോസ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണമെന്നാണ് കേട്ടോ ചോദിച്ചത് ആദ്യമേ. അപ്പം സൗന്ദര്യോട് ഇവരെന്തിനായിരിക്കും 8 പേരെ കേട്ടിട്ട് എനിക്കറിയില്ല സാർ എന്ന് പറയുന്നുണ്ട്. അപ്പം സാച്ചിനെ കൊണ്ടും പറയുന്നുണ്ട് ഞാൻ അതിൽ അർഹതയുള്ളവളാ, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ശിവകുമാർ പറയുന്നത് നമുക്കൊരു വായ്പ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കിട്ടിയപ്പം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അതുമല്ല ഇവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, ഇവർക്ക് ഇച്ചിരി കൂടെ മത്സരം ഒന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവാം എന്ന് പറയുന്നുണ്ട്. രവീന്ദ്രനും അങ്ങനെ പറഞ്ഞത്. റിയ പറയുന്നുണ്ട്, റിയ നല്ല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ റിയയോട് ചോദിക്കുന്നുണ്ട് അർഹതയുള്ള ഞാൻ പോയല്ലോ, ജനങ്ങളാണ് അതെല്ലാം തീരുമാനിക്കുന്നത്, നമ്മളെല്ലാം തീരുമാനിക്കുന്നത്, ജനങ്ങളുടെ കയ്യിലാണ്. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് കാരണം കൊണ്ടല്ലേ നിങ്ങൾ വെളിയിൽ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് അർണവിനോട് ചോദിക്കുന്ന വർഷനോട് സുനിതയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുനിതയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുനിത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു PR വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നവരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സേതുപതി സാർ പറയുകയാണ് എത്ര PR വർക്കേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ പെർഫോമൻസ് ചെയ്യാതെ ഒന്നും അവിടെ നടക്കില്ല. ഒരു മൂവിയിൽ നമ്മൾ നടക്കുന്നെങ്കിൽ ആ മൂവിക്കകത്ത് നമ്മൾ നന്നായിട്ട് അഭിനയിച്ച് ആ മൂവി നന്നായിട്ട് ഫലിപ്പിക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യന്മാർ കാണത്തുള്ളൂ. അല്ലാതെ അതിനൊരു പ്രൊമോഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ മൂവി നമുക്കൊന്നും കാണാനുണ്ടാവില്ല. പക്ഷേ ആ മൂവി നന്നായിരിക്കണം, അതിനോടൊപ്പം നമ്മൾ പ്രൊമോഷൻ ചെയ്ത് വിടുമ്പോൾ മാത്രമേ അതിൽ കറക്റ്റ് ആവത്തുള്ളൂ. അല്ലാതെ മൂവിയിൽ ഒന്നുമില്ലാതെ നമ്മൾ പ്രൊമോഷൻ ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾക്ക് കുറച്ച് പേര് പോകണ്ട എന്നൊക്കെ ഉണ്ട്, മഞ്ചരിയും അതുപോലെ സുനിത പോയത്, അതൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഇവർ വെളിയിൽ പോയി എന്ന് ഞങ്ങൾ ആലോചിച്ച സമയമുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും അവസാനം തീരുമാനം എടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലല്ല. അപ്പം അത് ഏറ്റവും അവസാനം തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, എല്ലാം ജനങ്ങളുടെ കയ്യിലാണെന്ന് സേതുപതി സാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സുനിത പറയണേ PR വർക്ക് ചെയ്യുന്നവരെയല്ല സാർ പറയുന്നത്, അത് ചെയ്തോട്ടെ ഒരു ഭാഗത്തോടെ ചെയ്താൽ, പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അത് മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട് അവർ, അത് ചെയ്യാതിരിക്കുക, അത് ചെയ്യുന്നത് തെറ്റല്ലേ, അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടോപ്പ് 8 ചോദിക്കുന്നുണ്ട് ചാലഞ്ചേഴ്സ് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തുക്കുമരനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ വെളിയിൽ പോയിട്ട് നമ്മുടെ 4 ഭാഗത്തുനിന്നും കല്ലേറ് വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ താങ്ങാൻ പറ്റും, അങ്ങനെയുള്ള ട്രെയിനിങ് ക്ലാസ് ഞങ്ങൾക്ക് ബിഗ് ബോസ് വന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജാക്ലിൻ പറയുന്നുണ്ട് നമ്മളിങ്ങനെ വെടിവെച്ച പോലെയൊക്കെയാണ് വന്നിരുന്നത്, നമ്മളെ എപ്പോൾ നോക്കിയാലും ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തകർക്കാൻ നോക്കിയിട്ട് പക്ഷേ നടന്നിട്ടില്ല. അരുണ് പറയുന്നുണ്ട് നമ്മളെ എവിടെ നോക്കിയാലും ഇവർ ഇങ്ങനെ കണ്ടന്റ് ഇല്ലാതെ നമ്മളോട് തന്നെ ചോദിക്കുക അവരെങ്ങനെ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ ഉണ്ടായിരുന്നൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ഇവരുടെ മുഖത്ത് നമുക്ക് നോക്കാൻ പേടിയാണ്. അപ്പോഴത്തേക്ക് ഇവരൊരെണ്ണം വിളിച്ച് നമ്മളിങ്ങനെ മൈൻഡ് വാഷ് ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സൗന്ദര്യം പറയുന്നത് ഇവരുദ്ദേശിക്കുന്ന ഒരാൾ മാത്രം ജയിക്കാവുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നതെന്ന് പറയുന്നത്. പിന്നെ എവിക്ഷൻ ആയിരുന്നു കേട്ടോ. എവിക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ എവിക്റ്റഡ് ആയി പോയിരിക്കുന്നത് അരുണാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അരുണ് പോകും എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ പവിത്രയുണ്ട്. നാളെ പവിത്ര ആവാം മേ ബി പോകുന്ന ഡബിൾ എവിക്ഷൻ വരും. പിന്നെ ഒരാഴ്ചയും കൂടിയുള്ളൂ ബിഗ് ബോസ് തമിഴ്
തീരാനായിട്ട് അല്ലേ അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫിനാലെ വരും. അങ്ങനെ അരുൺ ഔട്ടായിട്ടുണ്ട്. അരുണിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇപ്പം ഔട്ടാവുന്നവരൊക്കെ ജയിച്ചിട്ടുള്ളവരാണെന്ന് സേതുപതി സാറ് പറയുന്നുണ്ട്. അരുണിനോട് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് പോരാൻ പറയുന്നുണ്ട്. എല്ലാവരും യാത്ര പറയുന്നുണ്ട്. റയാൻ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിശാലും കരയുന്നത്, വിശാലിനെക്കാട്ടും കരച്ചിൽ റയാനായിരുന്നു. പിന്നെ ട്രോഫി ഉടച്ചിട്ടും നണ്ടിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറും വാങ്ങിച്ചിട്ട് പോരുകയാണ്. പിന്നെ സ്റ്റേജിൽ വന്നിട്ട് വീഡിയോ കാണുന്നു. അത് കഴിയുമ്പോൾ ഹൗസ് മേറ്റ്സിനെ വീണ്ടും കാണുന്നുണ്ട്. എന്നിട്ട് അവരോട് നല്ല നല്ല അവർക്കുള്ള അഡ്വൈസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ സേതുപതി സാറിന് യാത്ര പറഞ്ഞ് പോകണം, നാളെ വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നാളെ ഒരു എവിക്ഷൻ ഉണ്ട്. അത് കഴിയുമ്പം ടോപ്പ് 8 എന്നുള്ളത് ടോപ്പ് 6 ആയിട്ട് മാറും. 6 പേരും കാണാനാണ് ചാൻസ് കൂടുതലല്ലേ. ശനിയാഴ്ച ഏതാനും എവിക്ഷൻ കാണില്ല അടുത്ത ശനിയാഴ്ച. അതോടുകൂടി ബിഗ് ബോസ് തമിഴ് സീസൺ 8 ഇവിടെ അവസാനിക്കും. തമിഴിൻ്റെ എൻ്റെ റിവ്യൂ ഇവിടെ അവസാനിക്കും. സത്യം പറഞ്ഞാൽ ഇത്രയും നാളുള്ള ജേണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തമിഴ് ബിഗ് ബോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് തന്നെ. നമ്മുടെ ഫേസ്ബുക്കിലും അല്ലാതെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ വരുന്നത് ഓൾഡ് ഞാൻ 7 വരെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഫസ്റ്റ് തൊട്ട് ഒരു എപ്പിസോഡ് പോലും വിടാതെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ സീസണാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഈ സീസൺ കാണാനായിട്ട്. പക്ഷേ ഒരു പകുതി വരെ നമുക്ക് കളിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് കളിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. അതേപോലെ തന്നെ ഒരാളെ വെറുപ്പിക്കാൻ പറ്റാതെ ഇവർ കളിക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു വീട്ടിൽ തന്നെ കാണേണ്ടവരല്ലേ. അപ്പം നമ്മൾ പരസ്പരം മുഖത്തടിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് അവരെ കാണേണ്ടവരല്ലേ എന്ന് ഓർത്തിട്ടാണ് അവർ പല കാര്യങ്ങളും തുറന്ന് അവരുടെ മുഖത്ത് നോക്കി പറയാതിരുന്നത്. പക്ഷേ നമ്മളൊരു ഗെയിമെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതെല്ലാം തുറന്നടിച്ച് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പറയണം, നമ്മൾ ഗെയിമിനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. നമുക്ക് വിൻ ചെയ്യണം, അവനവന് വിൻ ചെയ്യണം. ഒറ്റയ്ക്ക് കളിച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പറയുക തന്നെ വേണം. അത് മാത്രമാണ് ഇവരിൽ കണ്ടുവന്നിരുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.